അൽഹംദുലില്ലാ. അപ്പോൾ റൂഹിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി അള്ളാഹു പ്രതിപാദിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. അബൂജാഹിൽ വന്നിട്ട് അള്ളാഹിൻ്റെ ഹബീബ് ത്വഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചതാ 3 ചോദ്യങ്ങൾ. അബൂജാഹിലിനെ ചോദിക്കാനറിയില്ല, അബൂജാഹിൽ പൊട്ടത്തന്നല്ലേ. അപ്പോൾ അബൂജാഹിൽ യഹൂദി പണ്ഡിതന്മാരെ സമീപിച്ചിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് 3 ചോദ്യങ്ങൾ യഹൂദി പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ആ ചോദ്യവുമായി അബൂജാഹിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദറത്തിലേക്ക് വന്നിട്ട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഒന്നാമത്തെ ചോദ്യം ചോദിച്ചത്, റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വെച്ച് പറഞ്ഞു തരണം എന്നാണ് റൂഹ്. അപ്പം അതിന് അള്ളാഹു ആയത്തിറക്കി, ഒരു റൂഹി മിൻ അംരി റബ്ബി. നബിയങ്ങൾ പറയാം, അത് റൂഹ് എന്ന് പറഞ്ഞ സാധനം അത് അള്ളാഹുവിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്, അത് അള്ളാഹുവിൻ്റെ ആഭ്യന്തരത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ മതി നബിയങ്ങൾ. വേറെ ഒന്നതിനെപ്പറ്റി നിങ്ങൾ സംസാരിക്കേണ്ട. പിന്നെ സാന്ദർഭികമായി രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് അൽ കഹ്ഫിനെ സംബന്ധിച്ച ഗുഹാവാസികളായ 7 ചെറുപ്പക്കാര കഥ നാം വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തുൽ കഹ്ഫിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആ ഗുഹാവാസികളെ സംബന്ധിച്ചാണ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത്. മൂന്നാമത്തെ ചോദ്യം ചോദിച്ചത് ദുൽഖർനൈനെ പറ്റിയിട്ടാണ്. ദുൽഖർനൈനെ പറ്റി പറഞ്ഞത് 3 സംഭവം അൽ കഹ്ഫ് സൂറത്തിലൂടെ പറയുന്നുണ്ട്. അവ ചുരുക്കി പറഞ്ഞാൽ ഈ 3 ചോദ്യമാണ് ചോദിച്ചത്. അങ്ങനെ ചോദിച്ച സമയത്ത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു നാളെ പറഞ്ഞുതരാൻ. പക്ഷെ പിറ്റേ ദിവസം വഹി വന്നില്ല എന്നാണ് പറഞ്ഞു. വഹി വരാത്തത് കാരണം ആകെ സ്വിപ്പായി. പിറ്റേ ദിവസം അബൂജാഹിൽ വന്നിട്ട് പറഞ്ഞു, അല്ല മുഹമ്മദ് ജല്ലേ നാളെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ് വെച്ചു? ഒന്നും മുണ്ടിയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ ഒന്നും മുണ്ടിയില്ല. അങ്ങനെ 17 ദിവസം, അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നേക്കാം 40 ദിവസം, അങ്ങനെയൊന്നുമില്ല, 17 ദിവസം എന്നാണ് സംശയം. അപ്പോൾ ലാസ്റ്റ് ആയത്തിറങ്ങി, റസൂലുള്ളാഹിക്ക് ആയത്തിറങ്ങി. എന്താണ്? വലാത്ത കൂലന്നലി ഷൈഇൻ മിന്നീ ഫായിലും ദാലിക വദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. നബിയെ, നിങ്ങൾ നാളെ പറയാമെന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറയുമ്പോൾ അത് ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടല്ലാതെ പറയരുതേ. ഇന്നലെ അള്ളാഹിൻ്റെ റസൂൽ അബൂജാഹിലിനോട് പറഞ്ഞത് നാളെ പറഞ്ഞുതരാമെന്നാണ്, ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. അപ്പോൾ ഇതാണ് ഈ വഹി പിന്താൻ കാരണമെന്ന് അള്ളാഹിൻ്റെ റസൂലിനെ ആദ്യം അറിയിച്ചു കൊടുത്തു. എന്നിട്ട് ആ 3 ചരിത്ര സംഭവങ്ങളും പറഞ്ഞു കൊടുത്തു. ഏതായാലും ഞാനിവിടെ പറയണത് റൂഹിനെ സംബന്ധിച്ച് തയ്യാവസ്ഥ ഇവിടെ എന്താ പറയണ നോക്കുക. റൂഹ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ തയ്യാവ പാടിക്കൊണ്ടിരിക്കുന്നത് റൂഹുള്ളത് കൊണ്ടാണ്. എന്നാൽ ഈ റൂഹിന് എല്ലാ ദിവസവും പുറത്തേക്ക് പോകാനൊരവസരമുണ്ട് എന്നാണ് തയ്യാവസ്ഥ പറയുന്നത്. ഉറങ്ങുന്ന സമയം പോയി വരാൻ സ്വാതന്ത്ര്യമാ, മൗത്തെത്തിയാൽ നിനക്കന്ന് പൂർണ്ണ വിരാമമാ. കണ്ടോ, ഉറങ്ങണ സമയത്ത് മൂപ്പര് മെല്ലെ കഴിച്ചിലാവും ഇതിൻ്റെ തടിര വിളുന്ന്. കാരണം ഉറങ്ങല്ലേ, പോകാനവിടെ കിടക്കല്ലേ, മെല്ലെ പോയി വരും. ഒരു കണക്ഷൻ ഉണ്ടാകും, മൂപ്പര് നോട്ടമെടുക്കുന്നുണ്ടാവും. ഈ ഉറങ്ങല്ലേ ചില ഇവിടെ കൊണ്ടാൻ വേണ്ടി ഉണ്ടാക്കാൻ നിൽക്കണം. അപ്പം മെല്ലെ ഉറങ്ങണ സമയത്ത് മെല്ലെ പോയി മൂപ്പര് പോകേണ്ടടുത്ത് കൂടെയൊക്കെ പോയി വരും. ആ പോണ പോക്കിൽ പല റൂഹുകളും പോകുമല്ലോ. അപ്പോൾ നമ്മൾ പരിചയമുള്ള ആൾക്കാരെ അല്ലാത്തതിലൊക്കെ കണ്ടുമുട്ടുമ്പോൾ അതാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. എടാ ഞാൻ ആ മരിച്ചു പോയ ആളെ കണ്ടു, ഞാൻ ഇന്ന ആളെ കണ്ടു എന്നൊക്കെ നമ്മൾ പറയല്ലേ. അതെന്താണ്? ഈ പോണ പോക്കിൽ റൂഹുമായി സംബന്ധിച്ചുകൊണ്ട് അവർ സംസാരിക്കും. അപ്പോഴാണ് നമ്മൾ ആ സ്വപ്നം കാണുന്നത്. അപ്പോൾ ഉറങ്ങണ സമയം റൂഹിന് പോയി വരാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് പറഞ്ഞു. മൗത്തെത്തിയാലോ കഥ കഴിഞ്ഞു. എന്നാൽ ഉറങ്ങുന്ന സമയം അബിദിനേറ്റം റാഹത്ത, അതുമാത്രമല്ല അത് കൊണ്ട് വീണ്ടും ലദ്ദത്ത. അപ്പോൾ ഉറങ്ങണ സമയം റൂഹ് പോണതും വരുന്നൊന്നും നമ്മൾ അറിയണില്ല. നേരെ മറിച്ച് അസ്രായിൽ റൂഹിനെ പിടിച്ചുമ്പോൾ ഭയങ്കര വേദനയാണ്. എന്താ സംഭവം? അത് നോക്കുക. അതായത് പറയുന്നു, റബ്ബിൻ്റെ കൈവശമാണ് റൂഹെന്നുള്ളതാ, മൗത്തിൻ്റെ വേദന അമിതമായി കാണുന്നത്, മലക്കിൻ്റെ കൈവശമാണ് റൂഹിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പോയി വരുമ്പോൾ റബ്ബാണ് അതിനെ നിയന്ത്രിക്കുന്നത്. നേരെ മറിച്ച് അസ്രായിൽ പിടിച്ചോടുമ്പോൾ ഒറ്റ പിടുത്തം പിടിച്ചു കൊണ്ടുപോകുക നമ്മളെ. അപ്പോൾ സൃഷ്ടികളതിനെ കൈകാര്യം ചെയ്യുമ്പോൾ മലക്ക് സൃഷ്ടിയാണല്ലോ അതാക്ക്, അത് വേദന ഉണ്ടാവുന്ന പറഞ്ഞത് ഉണ്ടോ. മൗത്തിൻ്റെ വേദന അമിതമായി കാണുന്നത്, മലക്കിൻ്റെ കൈവശമാണ് റൂഹിരിക്കുന്നത്, റബ്ബിൻ്റെ കൈവശമായി വരുമ്പോൾ റാഹത്ത്, മലക്കിൻ്റെ കൈവശം എന്നു കണ്ടാൽ സിദ്ധത്ത്. അള്ളാഹു നിയന്ത്രിക്കുകയാണ് ഉറങ്ങണ സമയത്ത്. പതപ്പിക്കൂടെ റൂഹ് പോവും. അതിനാണ് ഈ തള്ളാർ പറയില്ല പതപ്പിൽ എണ്ണിടണമെന്ന്. ഈ പതപ്പിൽ
എണ്ണടാൻ പറയും പണ്ടത്തെ ആൾക്കാർ തള്ളാർ. അപ്പോൾ എന്താ റൂഹ് പോണത് പോയി വരുന്നത് ആയിക്കൂടെയാണെന്ന്. അപ്പോൾ കണ്ണിൽ കൂടെ അല്ലേ മൊലിയെന്ന് നീ ചോദിച്ചണ്ട, കണ്ണിൽ കൂടെ പോണത് ലാസ്റ്റ് പോക്കാണ്. അസ്രായേൽ കൊണ്ടുപോകുമ്പോഴായിക്കൂടെ പോവുള്ളൂ. അതാണ് കണ്ണ് തുറന്ന് ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഇപ്പോൾ സാധാരണ പോയി വരുന്നത് പതപ്പിക്കൂടെയാണ്. മാത്രമല്ല ഇനി നാളെ മഹ്ശറയിൽ നിർത്തുന്ന സമയത്ത് കണ്ണും 2 കണ്ണുകൾ അവിടെ ആയിഷ ബീവി ചോദിച്ചില്ലേ, നബിയെ തുണിയും കുപ്പായം ഇല്ലാത്തുമ്പോൾ എങ്ങനെ ഇപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഔറത്ത് നോക്കൂലേ എന്ന്. അപ്പോൾ ആയിഷാനോട് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞ ആയിഷ, അപ്പോൾ ആരും ഔറത്തിലേക്ക് നോക്കുന്ന പണിയല്ല ആയിഷ, ഓരോരുത്തരും വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് ഓരോരുത്തരുടെ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയമാണ് ആയിഷ. ഒരു ചാൺ മുകളിൽ സൂര്യനാണ് ആയിഷ. അപ്പോൾ ആരും ഔറത്തേക്ക് നോക്കൂല. അപ്പോൾ അല്ല നമ്മളെ പടച്ചപ്പോൾ തുണിയിപ്പായ ഇല്ലാതെ കൊടുന്നു. അമ്മയുടെ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ തുണിയിപ്പായൊന്നുമില്ലല്ലോ, ഏത് പ്രസവിച്ച കുട്ടിക്കില്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ലാസ്റ്റ് നിർത്തുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഉറങ്ങുന്ന സമയം റൂഹ് പോകും എങ്കിലും റൂഹിൻ്റെ രശ്മി നിലക്കുമെല്ലാ ജസദിലും. അപ്പോൾ ഉറങ്ങണ സമയം റൂഹ് പോയാലും അതിൻ്റെ രശ്മി നമ്മുടെ ശരീരത്തിലുണ്ടാവും. അതായത് ഇപ്പോൾ സൂര്യൻ നമ്മളിൽ അവിടുന്ന് ഉദിച്ച് സൂര്യൻ 24 എല്ലാ ദിവസവും ഉദിക്കണം. അതിൻ്റെ രശ്മി എന്ത് ചെയ്യണം, ഓരോരുത്തരും അനുഭവിക്കും. ലോകത്തുള്ള മുഴുവൻ ആളുകളും സൂര്യപ്രകാശം അനുഭവിക്കുന്നു. എന്നിട്ടും അതൊരു കുറവില്ല, കമ്മിയില്ല, ഒന്നുമില്ല. ആണോ സംഭവം എവിടെ നിൽക്കുന്നത്? 4ാം ആകാശത്തിൻ്റെ മുകളിൽ. പക്ഷെ എന്നിട്ടും അതിൻ്റെ രശ്മി ലോകത്തുള്ള ഓരോരുത്തരും അനുഭവിക്കുന്നു, ഞാൻ മാത്രമല്ല. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യും, റൂഹ് എന്ന് പറയുന്ന സാധനം ഒരു കണക്ഷൻ നൽകിയിട്ട് എന്ത് ചെയ്യും, പോയി വരും. അതിലേക്ക് കയറാൻ റൂഹിനോടായി കൽപ്പന, സ്വാതന്ത്ര്യമില്ലതിനുള്ളിലായാൽ എങ്ങനെ പുറത്തേക്ക് പോകാൻ സാധ്യമാണോ റബ്ബന, ഉറങ്ങുന്ന സമയം പോയി വരാൻ സ്വാതന്ത്ര്യമാ. അതാണ് പറയുന്നത്. റൂഹിനെ സംബന്ധിച്ചൊന്നും പറഞ്ഞാൽ തീരൂല. പണ്ട് അമേരിക്കക്കാർ റൂഹിനെ മനസ്സിലാക്കാൻ വേണ്ടി, എന്താണ് ഈ മരണ പ്രതിഭാസം മനസ്സിലാക്കാൻ വേണ്ടി 2 ഡോക്ടർമാർ ഒരു ലേഖനത്തിൽ എഴുതിയിരുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ലേഖനത്തിൽ വന്നിരുന്നു. അതായത് 2 ഡോക്ടർമാർ അമേരിക്കയിൽ ഇനിയിപ്പോൾ എല്ലാ കുന്ത്രാണ്ടം കണ്ടുപിടിച്ചിട്ട് ഈ കുന്ത്രാണ്ടം മാത്രം കണ്ടുപിടിക്കാതിരുന്ന് അതിനെപ്പറ്റി ഗവേഷണം നടത്തിയില്ലേന്ന് ആരും വിചാരിക്കേണ്ട. ഗവേഷണമൊക്കെ നടത്തിക്കണം, പക്ഷേ പരാജയപ്പെട്ടുക. അപ്പോൾ മരിക്കാൻ പോണ സക്രാത്തിൻ്റെ അവസ്ഥയിലെത്തിയ ആളെ ഒരു ചില്ലിൻ്റെ കൂട്ടിലാക്കിയിട്ട് ഇവരിങ്ങനെ പരിശോധിച്ചാൽ നിന്നു, റൂഹ് പോകണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഒരൊറ്റ പൊട്ടായിരുന്നു ചില്ല്. അതടക്കണം 2 ഡോക്ടർമാരും. കണ്ടുപിടിച്ചാൻ കഴിഞ്ഞില്ല. അന്ന് മുതൽ ആ കണ്ടുപിടുത്തം നിർത്തി. അത് ലാസ്റ്റ് കണ്ടുപിടുത്തിയിരുന്നു. അപ്പോൾ റൂഹ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ ആഭ്യന്തരത്തിൽപ്പെട്ടതാണെന്ന് അള്ളാഹു പറഞ്ഞത്. കുലിർ റൂഹി ബിൻ അംരി റബ്ബി. പിന്നെ ഇനി നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കണ്ട. വലൈക്കും സ്ലാം.